വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണം. ആര് വർഗീയത പറയാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. NSS SNDP ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെ അഭിപ്രായം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പരാമർശങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നത്. സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു തർക്കത്തിന്, വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. സതീശൻ വീരാളിപ്പട്ട് പുതയ്ക്കുന്നത് ജമാഅത്തുമായി ചേർന്നാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോകാം. സായികുമാർ വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ വർഗീയതയ്ക്കെതിരായ നിലപാട് പാർട്ടി നിലപാടാണ്, അതിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നിന്നും പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി SNDP യോഗം NSS ഐക്യത്തെക്കുറിച്ച് മാത്രമാണ് താൻ ഊന്നുന്നത്, അതിലാണ് ഊന്നുന്നത് എന്നാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നത് എന്താണ് സായികുമാർ? സ്മൃതി, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് NSS SNDP ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നീടുള്ള മുഴുവൻ സമയവും സുകുമാരൻ നായർ VD സതീശനെതിരായിട്ടുള്ള വാക്കുകളും അദ്ദേഹത്തെ വിമർശിക്കാൻ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് NSS തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തന്റെ ഇന്നലത്തെ ഉദ്ദേശം, ജനറൽ സെക്രട്ടറിയുടെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് ഈ ഒരു ഐക്യത്തെക്കുറിച്ചാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. SNDP ജനറൽ സെക്രട്ടറി ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ NSSും SNDP വേഴ്സസ് സതീശൻ എന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെ ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനോ അയാളെ കേന്ദ്രീകരിക്കാനോ തങ്ങൾ ആലോചിച്ചിട്ടില്ല. അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതിന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പരിഗണന ആർക്കെങ്കിലും നൽകിയത് ശരിയല്ല എന്നാണ് ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം VD സതീശനെതിരായിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ, അല്ല ആ വിവാദം അവിടെ അവസാനിപ്പിക്കാനാണോ NSS ശ്രമിക്കുന്നത് എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും NSS SNDP ഐക്യം എന്നുള്ള ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് സ്വാഗതാർഹമായ തീരുമാനം എന്നുകൂടി ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.